ഫാസിൽ സംവിധാനം ചെയ്ത് ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ വലിയ വിജയം നേടിയ ക്ലാസിക് ചിത്രമായ മണിച്ചിത്രത്താഴിൻ്റെ 4K പതിപ്പ് ഓഗസ്റ്റ് 17-ന് തിയേറ്ററുകളിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. 31 വർഷങ്ങൾ പിന്നിട്ടതിന് പിന്നാലെ പുത്തൻ ദൃശ്യമികവിൽ മണിച്ചിത്രത്താഴ് എത്തിയപ്പോൾ ആരാധക ആവേശം വാനോളമായിരുന്നു. ടിക്കറ്റ് ബുക്കിംഗ് കണക്കുകൾ തന്നെ അതിന് തെളിവാണ്. ഈ അവസരത്തിൽ ചിത്രത്തിന്റെ തിയേറ്റർ ലിസ്റ്റുകളുടെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആദ്യകാല റിലീസുമായി ബന്ധപ്പെട്ടാണ് ഈ ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 1993 ഡിസംബറിൽ മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തപ്പോൾ 26 തിയേറ്ററുകളിലാണ് ആദ്യം റിലീസ് ചെയ്തത്. ഇതിന്റെ പത്ര കട്ടിങ്ങുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്യുമ്പോൾ 100-ലേറെ തിയേറ്ററുകളിലാണ് ചിത്രം എത്തിയിരിക്കുന്നത്. ആകെ 106 തിയേറ്ററുകളിൽ മണിച്ചിത്രത്താഴ് ആദ്യ ദിവസം റിലീസ് ചെയ്യുന്നുണ്ട്. മധു മൂട്ടത്തിന്റെ തിരക്കഥയിൽ സിനിമ സംവിധാനം ചെയ്തത് ഫാസിലായിരുന്നു. പ്രിയദർശൻ, സിബി മലയിൽ, സിദ്ദിഖ് ലാൽ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ സഹകരിച്ചിരുന്നു. ഇതാദ്യമായിട്ടാണ് ഒരു മലയാള സിനിമയ്ക്ക് പിന്നിൽ 4 പ്രമുഖ സംവിധായകർ അണിനിരക്കുന്നത്. ശോഭന അവതരിപ്പിച്ച നിർണായക നായിക കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് മണിച്ചിത്രത്താഴ്. ഗംഗയായും നാഗവല്ലിയായും നടി ശോഭന ചിത്രത്തിൽ വിസ്മയിപ്പിച്ചപ്പോൾ മണിച്ചിത്രത്താഴ് എക്കാലത്തെയും ഹിറ്റ് ചിത്രമായി മാറി. നെടുമുടി വേണു, ഇന്നസെന്റ്, സുധീഷ്, KPC ലളിത തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ. മലയാളത്തിലെ റിലീസുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ ആയിരിക്കും മണിച്ചിത്രത്താഴ് എന്നാണ് വിലയിരുത്തലുകൾ. റിലീസിലൂടെ പുതിയ തലമുറയ്ക്ക് ചിത്രം ബിഗ് സ്ക്രീനിൽ കാണാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. സ്വർഗചിത്രയും മഗ്നീനവും ചേർന്നാണ് പുതിയ പതിപ്പ് പുറത്തിറക്കുന്നത്. വാഴൂർ ജോസാണ് ചിത്രത്തിന്റെ PRO. ഡോക്ടർ സണ്ണി ജോസഫായിട്ടാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിട്ടത്. നകുലനായി സുരേഷ് ഗോപിയും, ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടായി തിലകനും, ഉണ്ണിത്താനായി ഇന്നസെന്റും, ദാസപ്പൻകുട്ടിയായി ഗണേഷ് കുമാറും, തമ്പിയായി നെടുമുടി വേണുവും, ശ്രീദേവിയായി വിനയപ്രസാദും, പാസുരയായി KPSC ലളിതയും, ചന്തുവായി സുധീഷും, കാട്ടൂപ്പറമ്പനായി കുതിരവട്ടം പപ്പുവും, അല്ലിയായി രുദ്രയും വേഷമിട്ടു. മോഹൻലാലിന്റെ വേറിട്ട വേഷപ്പകർച്ചയിലുണ്ടായ മണിച്ചിത്രത്താഴ് സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചത് വേണുവാണ്. MG രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ചപ്പോൾ മണിച്ചിത്രത്താഴിന്റെ പശ്ചാത്തല സംഗീതം ജോൺസൺ മാഷാണ് നിർവഹിച്ചിരിക്കുന്നത്. ബിജു തിരുമലയാണ് ചിത്രത്തിന്റെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത്. 93-ൽ ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ, സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ചിത്രം ഇന്നും ഹൗസ്ഫുള്ളാണ്. റിലീസിംഗ് കേന്ദ്രങ്ങളിലെല്ലാം മികച്ച ബുക്കിംഗാണ് ചിത്രത്തിന് ഉള്ളത്. 3 പതിറ്റാണ്ടിന് ശേഷം അടിമുടി മാറിയ നൂതനമായ തിയേറ്ററുകളിലേക്കാണ് ചിത്രം എത്തിയത്. പുതുതലമുറ പ്രേക്ഷകർ മാത്രമല്ല, ഓർമ്മ മാത്രമായ ചിത്രത്തിന്റെ തിയേറ്റർ അനുഭവം പുതുക്കിയെടുക്കാനും നിരവധി പേരാണ് എത്തുന്നത്. ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രം പിൻകാലത്ത് ആത്മമിത്ര എന്ന പേരിൽ കന്നഡയിലും, ചന്ദ്രമുഖി എന്ന പേരിൽ തമിഴിലും, ഫുൽഫുലയ്യ എന്ന പേരിൽ ഹിന്ദിയിലും റീമേക്ക് ചെയ്തിരുന്നു. റിലീസ് ചെയ്ത് വീണ്ടും തിയേറ്ററിലെത്തിയ മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.